ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെക്കുറിച്ച് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടേ പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, വ്യക്തി, ആ വ്യക്തി പൂർണ്ണനാവുള്ളൂ. അതുവരെ ഒരു ലേശം ഒരപൂർണതയാണ്. കൂട്ടാൻ നമ്മൾ എത്ര നല്ല കഷ്ണം ചേർത്ത് എന്തൊക്കെ അരച്ച് ചേർത്ത് കേമാക്കി കൂട്ടിയുണ്ടാക്കിയാലും ഒരപൂർണതയാണ്. കുറച്ച് ഉപ്പ് വാരിയിടുന്നത് വരെ എന്തുവരെ അല്ലേ? എത്ര നല്ല ചേരുവ ചേർത്ത് ഉണ്ടാക്കിയാലും എന്തോ ഒരു പോരായിട്ടല്ലോ, എന്താ പോരായ ലേശം വേണ്ട. കൂട്ടാൻ്റെ കഷ്ണം 1 കിലോ 2 കിലോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ പറഞ്ഞാൽ 1 കിലോ ഉപ്പൊന്നും ഇതിലേക്ക് വേണ്ട. എന്താ വേണ്ട? ഒരു ലേശം. അതിൻ്റെ അളവിന് ലേശം ഉപ്പിട്ടാൽ എന്തായി? നല്ല രുചിയിലും. അപ്പം എല്ലാറ്റിൻ്റെയും മഹിമകൾ ഈ ഒരിത്തിരിയുണ്ട്. എല്ലാം രുചിയിൽ വന്ന് എല്ലാ കഷ്ണങ്ങളുടെയും രുചി മനോഹരമായിട്ട് ആസ്വദിക്കാവുന്ന വിധത്തിൽ ആ കറി പാകമായിട്ട് വന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. എല്ലാ കഷ്ണങ്ങളും ഉള്ള കൂട്ടാൻ പോലെയാണ് നമ്മുടെ ജീവിതം. പക്ഷെ അതിലേക്ക് ഈ ഒരു സാധനം ലേശം ഇട്ടാൽ എല്ലാറ്റിൻ്റെയും രുചി അപ്പോഴാണ് നമ്മൾ അറിയാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ജീവിതം എന്താണ്, ഉദ്യോഗം എന്താണ്, കർത്തവ്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ഏത് വഴി കൂടിയാണ് പോകേണ്ടത്. അങ്കലാപ്പില്ല. അർജുനനിപ്പോൾ എന്താ ഉണ്ടായത്? ധർമ്മസമ്മൂഢത. എന്താണ് ധർമ്മസമ്മൂഢത? അർത്ഥം എന്താ? അതോ ഇതോ, അതാണോ ഇതാണോ, ഇത് വേണോ അത് വേണോ, ഇത് വേണോ അത് വേണോ, അത് വേണ്ടേ ഇതും വേണ്ടേ, ഈ ശങ്ക തീർക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഗുരുനാഥനെ പറ്റുള്ളൂ. അപ്പോഴാണ് ഗുരുനാഥൻ വന്ന് അനുഗ്രഹിച്ച് നമ്മളെ. അദ്ദേഹം നമുക്കൊന്നും തരില്ല, ഉറുപ്പ്യ തരില്ല, ഒരു വസ്തു തരില്ല, ഒന്നും തരില്ല. അദ്ദേഹം തരുന്നത് എന്താണെന്നറിയോ? വഴി കാണിച്ചു തരും. കൂട്ടി ഇങ്ങോട്ട് അതെ, അദ്ദേഹം അവിടെ ഇരുന്ന് നിൽക്കുന്ന വഴി കാണിച്ചു തരാം. ആ വഴിയിൽ കൂടി പോകുമ്പോൾ നമ്മൾക്ക് തെറ്റില്ലാതെ ശരിയായിട്ട് ഗുരുനാഥന്മാരുടെ പാദത്തിൽ സമർപ്പിച്ച് ആ ശക്തിയോടുകൂടി മുമ്പിലേക്ക് പോണവർ ജീവിതത്തിലൊരു ദിക്കിലും ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. അറിവുകൊണ്ടല്ല അത്. അറിവുകൊണ്ടോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക പഠിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ശീലിച്ചതിൻ്റെയോ ഒന്നും മഹിമയുണ്ടൊന്നും അല്ലാതെ അവരൊരിക്കലും എന്ത് പെടില്ല. എപ്പോട്ടാ പോയാലും അവർ എങ്ങനെയെങ്കിലും പൂച്ച വീഴുമ്പം എങ്ങനെയാണ് അങ്ങനെ പറയില്ലേ നമ്മൾ? പൂച്ച എങ്ങനെ വീണാലും 4 കാലുമ്പിലെ വീഴുള്ളൂ. ഇദ്ദേഹം എവിടെ ചെന്നാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഉരുണ്ട് മറിഞ്ഞ് കുത്തി മറിഞ്ഞ് കര കയറി പോകും. അറിവിൻ്റെയും മിടുക്കിൻ്റെയും ഒന്നുമല്ല, വേണ്ടത് ദിക്കിൽ തോന്നിക്കോളും. അതാ ബബ്ബാന്നാവില്ല. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നി അതിപ്പോൾ എന്തായിരിക്കും, അവിടെ എന്താ. അപ്പോഴാണ് അതിന് വിവരം എപ്പോഴേക്ക് ഇങ്ങനെ വരികയേ. അതിപ്പോൾ എവിടെ നിന്ന് വന്നു അറിയില്ല. നോക്കുമ്പോൾ ശരിയാണ്, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ ചില സംഗതികൾ ചിലർക്കൊക്കെ ധാരാളം വരും. പലപ്പോഴും നമുക്കൊക്കെ ഇതൊക്കെ വരാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും അത് അങ്ങനെ എടുക്കില്ലേ. അപ്പോൾ ആ സമർപ്പണം ഭാവമാണ് പ്രധാനം. ഇത്രയും നേരം അർജുനൻ അതുണ്ടായില്ല, ഇപ്പം അത് ഉണ്ട്. ആ അതാണ് ശാഠിമാം, എന്നെ ഉപദേശിച്ചോളൂ, ഞാൻ അങ്ങയുടെ അല്ല അർജുനൻ. എന്നെപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉപദേശിക്കുക? നമ്മളൊക്കെ രണ്ടാളും ഒന്നിച്ചിരുന്ന് പഠിച്ചതല്ലേ, നിന്നെ ഞാൻ എങ്ങനെയാണ് ഉപദേശിക്കുക? തോന്നണ്ട, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശിഷ്യനെ ഉപദേശിക്കാം എന്നുവെച്ചാൽ അശിഷ്യായ എന്നുവെച്ചാൽ അപുത്രായോ ഉപദേശയിലാണ്. ശിഷ്യനല്ലാത്തവനും പുത്രൻ അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് എന്നെ കൈക്കൊണ്ട് വേണ്ട മാതിരി ഉപദേശിച്ച് നേരെയാക്കി മുമ്പിലേക്ക് കൊണ്ടുപോകണേ എന്നാണ്. ഇതാണ് ഈ പദ്യം വളരെ പ്രധാനമാണ്. ഇവിടുന്നാണ് അർജുനൻ്റെ തുടക്കം. അർജുനൻ ഇടക്കാലത്ത് അർജുനൻ അല്ലാതെ കണ്ടേ നമ്മളും ജീവിച്ച് പോണ സമയത്ത് നല്ല മട്ടും മാതിരി സമ്പ്രദായമൊക്കെ ആയിട്ട് വന്ന കൂട്ടരാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ പോവും. അവരാളുടെ കുറ്റമൊന്നുമല്ല. ചില പ്രതിസന്ധികളിലൊക്കെ ചെന്ന് ചാടി പെട്ടുപോയാൽ ഓരോരുത്തർക്ക് ഓരോ അവസ്ഥകൾ ജീവിതത്തിൽ വരില്ലേ. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുമ്പോഴും ഓരോരുത്തർക്കും ഓരോ തരം അവസ്ഥകൾ വരുമല്ലോ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില അവസ്ഥകൾ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ അർജുനൻ്റെ മാതിരിയായിട്ട് എന്താ വേണ്ടു നിശ്ചല്ലേണ്ടാവും. എങ്ങനെയാണ് നിശ്ചല്ലാണ്ടായിട്ട് ആർക്കെങ്ങനെ ഒരു പരക്കം പാച്ചിൽ കെട്ട് പൊട്ടിയിട്ട് പട്ടം ഇങ്ങനെ പറക്കില്ല, അങ്ങടും കൊല്ലി. അതുപോലെ തന്നെ ഈ നില തെറ്റിയ കപ്പൽ, നിയന്ത്രണം പോയ കപ്പൽ ഈ പുഴയിൽ ഈ കടലിൽ എങ്ങടുന്നില്ലാണ്ട് കാറ്റിനനുസരിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിയില്ലേ. അത് വലിയ കഷ്ടമാണ്. ഉൾക്കടലിലെത്തി പോകുന്ന കഷ്ടത്തിലാവാനും കരയിൽ കടിഞ്ഞ് കയറിയിട്ട് മറിഞ്ഞ് ബുദ്ധിമുട്ട് പല ജാതി അങ്ങനെ ആവണ സ്ഥിതി വരുമ്പം എന്ത് ചെയ്യണം? അപ്പോഴാണ് നമ്മൾക്ക് ഈ വെളിച്ചുണ്ടാവുക. അർജുനൻ എന്താ വേണ്ടത് നിശ്ചയില്ലാത്ത സ്ഥിതിയിലെത്തിയപ്പം ഭഗവാനെ ഗുരുവായിട്ട് ആശ്രയിച്ചു, ശിഷ്യനായിട്ട് സ്വയം സമർപ്പിച്ചു. എന്താണ്? ഭഗവാനെ ഗുരുവായിട്ട് സർവാത്മന ആശ്രയിച്ചു, സ്വയം ശിഷ്യനായിട്ട് പരിണമിച്ചു.
സ്വയം സുഹൃത്തായിട്ടല്ല നിന്നത്, സ്വയം എന്താണ് സഹോദരി ഭർത്താവായിട്ടല്ല നിന്നത്, സ്വയം അച്ചോളുടെ മകനായിട്ടല്ല നിന്നത്. എന്താ നിന്നത്? സ്വയം. ഇതൊന്നും അല്ല അവിടെ. എന്താണ് അവിടെ? അർജുനൻ ഇപ്പോൾ ഇവിടെ ആരാ? ഞാൻ അങ്ങയുടെ സഹോദരി സുഭദ്രയുടെ ഭർത്താവോ, അല്ലെങ്കിൽ അങ്ങയുടെ അച്ഛൻ പെങ്ങള് കുന്തിദേവി അമ്മയുടെ മകനോ, അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ. പിന്നെ എന്താ അത്? ഞാൻ ഇപ്പം അങ്ങയുടെ ശിഷ്യൻ, അതിൽ കൂടുതലൊന്നുമല്ല. എന്തല്ല? അതിൽ കൂടിയതൊന്നുമല്ല ഞാൻ. അതാണ് എൻ്റെ പരമമായ ഭാവം എന്ന നിലയിലേക്ക് വന്ന് സമർപ്പിച്ച അർജുനനാണ് എന്ത് കൊടുക്കണത്? എന്ത് കൊടുക്കണത്? ഭഗവത്ഗീത കൊടുക്കണത്. അല്ലാതെ ഭഗവത്ഗീത എന്ന് പറയുന്നത് പുസ്തകം ഇങ്ങോട്ട് തുറക്കുമ്പോഴേക്ക് കൊടുക്കില്ല. ഒരധ്യായം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായം ഇപ്പോൾ എത്രയായി എന്നിട്ടും കൊടുത്തില്ല. എന്തേ കാരണം? പാകപ്പെടണ്ടേ ഇത്. ഏത് ഇപ്പോഴേക്ക് ഭാഗമായി. അപ്പം നമ്മൾ സ്വയം നമ്മൾക്ക് മറ്റുള്ളവരെ തിരുത്താനും മറ്റുള്ള ദിക്കിൽ അന്വേഷിക്കാനും എളുപ്പമാണ്. പക്ഷേ നമ്മളെ പാകപ്പെടുത്താനും നമ്മളെ രൂപപ്പെടുത്താനും എപ്പോഴാണോ നമ്മൾ തിരിയണത് അന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങണത്. എന്താണ്? നമ്മളെ രൂപപ്പെടുത്താനും പാകപ്പെടുത്താനും അല്ലേ, നമ്മളെ തന്നെ ഒന്ന് നേരെയാക്കി എടുക്കാൻ നമ്മൾ ഉത്സാഹിക്കില്ല. അതെന്നാ നമ്മൾ തുടങ്ങുന്നത്? അന്ന് എന്ത് തുടങ്ങി? ജീവിതം തുടങ്ങി. അപ്പം അതിന് മുമ്പത്തേത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ശരിയല്ലേ? എന്തൊക്കെയോ ഒരു കൂട്ടം കാണിച്ചു കൂട്ടിയൊക്കെ ശരിയായിപ്പോയി. എന്തുകൊണ്ട്? അതെങ്ങനെയാണ് 4 കാലമ്പിൽ വീണതാണ്. വലിയ അപകടമില്ലാണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടും കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഒരു രൂപം ഉണ്ടാക്കി മുമ്പിക്ക് അങ്ങനെ ഒരു ഗുരുനാഥനെ ആശ്രയിച്ചാൽ പിന്നെ ആർക്ക് പരിഭ്രമില്ല? പിന്നെ ശിഷ്യൻ പേടിക്കേണ്ട. ഇപ്പം നമ്മളൊരു വയ്യായ വന്ന കഷ്ടത്തിലായി വിഷമിച്ചോ ബുദ്ധിമുട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും? ഡോക്ടറെ ചെന്ന് ആശ്രയിച്ചു. ഡോക്ടറെ വയ്യായി ആയിട്ട് അപ്പോൾ ഡോക്ടറെ അടുത്തിരുത്തി നല്ലോണം നോക്കി പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹം സാരമില്ല, ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ പറയുമ്പോൾ എന്തായി? ആ രോഗിയുടെ സ്ഥിതി എന്തായി? അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. അദ്ദേഹത്തിൻ്റെ വിഷമം തീർന്നു. ഈ മരുന്ന് കഴിച്ചാൽ മതി, നേരത്തിന് കഴിച്ചോളൂ, ഭക്ഷണമൊക്കെ നേരെ കഴിക്കണം ഇട്ടുവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് എന്തായി? സമാധാനമായി, സന്തോഷമായി. നോക്ക്, ഇതുപോലെയാണ് എന്താ ഇപ്പം രോഗാവസ്ഥ നേരെയാക്കാൻ ആ ഡോക്ടറെ ഈ വിധത്തിൽ നമ്മളെ സഹായിച്ചു. അദ്ദേഹത്തെ ഡോക്ടർ വീട്ടിലേക്ക് വന്നിട്ട് ചികിത്സിക്കണേ നമ്മളെ. ഇവിടെ ആർക്കെങ്കിലും വയ്യായുണ്ടോ ചോദിച്ചു വരുമോ? ഇല്ല. നമ്മൾക്ക് വയ്യായുണ്ട് തോന്നി അദ്ദേഹത്തെ അന്വേഷിച്ച് പോയിട്ട് അവിടെ ചെന്ന് കണ്ടിട്ടാണ് നമ്മൾ എന്താ വിഷമം, ഇങ്ങനെ ഒരു വയ്യായുണ്ട്, രോഗിയാണെന്ന്. എന്താണ്? രോഗിയാണ് നമുക്ക് തോന്നിയാലേ ഡോക്ടർക്ക് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വന്നത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് അങ്ങേ കാണാൻ കുറേ ഇല്ല കണ്ടിട്ട്. ശരി, കണ്ടില്ല പോയിക്കോളൂ എന്നും പറയും. ചികിത്സ ഉണ്ടാവുമോ? ചികിത്സ ഉണ്ടാവില്ല. വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ ഒരു ആശ്രയിക്കണം. ഇങ്ങനെ വയ്യായുണ്ട് ഒന്ന് നോക്കിയിട്ട് പേടിക്കണ്ട, നോക്കാം, കണ്ടോ? ഈ ഒരു പേടിക്കണ്ട, നമുക്കൊക്കെ വേണ്ട മാതിരി ഉത്സാഹിക്കാം എന്ന് പറയുന്നൊരു ഒരു കരുത്തിൻ്റെ പിടുത്തുണ്ട്. അതാണ് എന്ത്? ഗുരുത്വം എന്ന് പറയും. ഈ ഒരു മഹിമ കയ്യിലുണ്ടെങ്കിൽ ഈ ഗുരുത്വമുള്ളവനെ ഒരുത്തനും തോൽപ്പിക്കാനും പറ്റുക. ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അന്യശാപം പോലും ഫലിക്കില്ല എന്നാണ് പറയുക. എന്താ വലിയ വേറെ ആരെങ്കിലും ശപിച്ചാൽ പോലും നമുക്കത് ഏൽക്കില്ല. എന്താ കാരണം? മറ്റേ സാധനം കയ്യിലുണ്ട്. ഏത് രക്ഷ? ഏത് രക്ഷ? ഈ രക്ഷ പറഞ്ഞ് എഴുതി കെട്ടാൽ പറയും. ഇതിങ്ങനെ എഴുതി കെട്ടിയതൊന്നുമില്ല. ആ ഒരു രക്ഷാകവചം നമ്മുടെ കയ്യിലുണ്ടാവുകൊണ്ട് വേറെ ഒന്നും നമ്മളെ ബാധിക്കില്ല. എവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കുത്തി മറിഞ്ഞ് തിരിഞ്ഞ് ആ ഗുരൂപശക്തി ഇവിടെ ഉണ്ടായി. ഇനി അർജുനൻ്റെ കാര്യം എന്തായി? വഴി നേരെയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ പാരെത്തിപ്പെട്ടു. അർജുനൻ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അർജുനൻ എന്തില്ല, ഒരു പിന്തിരിഞ്ഞ് നോട്ടല്ല. എങ്ങോട്ട് വേണോ വേണ്ടേ അതോ ഇതോന്ന് ഒരിക്കലും ഇല്ല. മഹാഭാരതം മുഴുവൻ വായിച്ചോളൂ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് എന്തില്ല? അർജുനനൊരു ശങ്ക അർജുനൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഭഗവാൻ ഇരുന്ന കാലത്തും ഇല്ല. ഭഗവാൻ പോയതിൻ്റെ ശേഷം പിന്നെ പാണ്ഡവന്മാർ കുറച്ചേ ഇരുന്നിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അധികമൊന്നും അവർ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തിൻ്റെ വെളിച്ചം കൂടെ ആരുടെ കൂടെ ഉണ്ടായി? അർജുനൻ്റെ കൂടെ ഉണ്ടായി, പാണ്ഡവന്മാരുടെ കൂടെ ഉണ്ടായി. അതാണ് ഈ ഒരു ശ്ലോകം ഹൃദിസ്ഥാക്കി വെച്ചോളൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. പറയും കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഈ ആശ്രയാണ്, അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങനെ വേണ്ട മാതിരി
ഈ ഒരു ആശ്രയഭാവം അവിടെ എന്തില്ല, ലവലേശം അഹങ്കാരത്തിൻ്റെ ഞാൻ വില്ലാളി വീരനാണ്, ഞാൻ പൂർവംശജാതനാണ്, പാണ്ഡവന്മാരിൽ മധ്യമ പാണ്ഡവനാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ സമർത്ഥനാണ്, സുന്ദരന്മാരിൽ യോഗ്യനാണ്, ദേവലോകത്തൊക്കെ പോയി പേരെടുത്തവനാണ്, ദേവേന്ദ്രൻ്റെ മകനാണ്, അല്ലെങ്കിൽ മറ്റ് സാക്ഷാൽ ശ്രീപരമേശ്വര ഭഗവാനെയൊക്കെ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പങ്കെടുത്തവനാണ് എന്നൊന്നും ആ സമയത്ത് ആരിലില്ല, അർജുനനിലില്ല. എന്തു മാത്രമേ ഉള്ളൂ, ശിഷ്യനാണ്. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശാസനീയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ശാസനീയൻ, ശാസനീയൻ എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടവൻ. ശാസിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥത്തിലെ ശാസിക്കലല്ല. മലയാളത്തിൽ ശാസിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലേശാലോഹ്യമായിട്ട് പറഞ്ഞു എന്നാണ്. കോടതി ഗവൺമെൻറ്റിനെ ശാസിച്ചു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷക്കാരനെ പിന്നെ അന്ന് തിരുവോണാണ്. ശാസിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ലേശാലോഹ്യം പറഞ്ഞു എന്നാണ്. ശാസിച്ചു എന്ന് പറഞ്ഞാൽ ആലോഹ്യം പറയലല്ല, ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നർത്ഥം. മനസ്സിലായില്ലേ? ശാസിക്കൽ, ഉപദേശിക്കൽ. അപ്പം ശിഷ്യനായി എന്ന് പറഞ്ഞ അർത്ഥം ഉപദേശിക്കാറായി, വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ആളാണെന്ന് അർത്ഥം. അതുവരെ ആയില്ല എന്നർത്ഥം. അർജുനൻ്റെ ആ ജീവിതത്തിൻ്റെ മഹിമ. ഇത് അർജുനൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു പ്രതീകമാണ്. വാസ്തവത്തിൽ ഇത് ആർക്കുള്ളതാണ്? ഭാഷ്യത്തിലെ ഭാഷ്യകാരൻ ഭഗവാൻ ശങ്കരഭഗവത്പാദർ പറയും, അർജുനം നിമിത്തീകൃത്യ. എന്താണ്? അർജുനം നിമിത്തീകൃത്യ. അർജുനനൊരു നിമിത്താക്കിയിട്ട്, അതിനൊരു നിമിത്തം വേണമല്ലോ. ആ അർജുനനെ നിമിത്താക്കിയിട്ട് ആർക്കത് കൊടുക്കണത്? ലോകത്തിന്. മനസ്സിലായില്ലേ? അപ്പം ഈ അർജുനൻ്റെ ഭാവത്തിലേക്ക് നമ്മളെപ്പോഴാണോ പ്രവേശിക്കുന്നത്, അപ്പോൾ നമ്മൾക്കും ആര് വരും? ഗുരുനാഥൻ വരും, വെളിച്ചം വരും, ധർമ്മമെന്ത് അധർമ്മമെന്ത് വഴി എന്ത് എന്ന് തുറന്നും തെളിഞ്ഞും കിട്ടും. ആ വഴി കൂടി മുമ്പിലേക്ക് പോണവർക്ക് എന്തില്ല, വിഷമമില്ല, ശങ്ക ഉണ്ടാവില്ല. കയ്യെ ഇങ്ങനെ ഒരു പിടുത്തണ്ടേ, വെള്ളത്തിൽ നമ്മൾ വീണാലും കുറ്റിയമ്പിൽ കെട്ടിയ കയറ് കയ്യിലുണ്ടെങ്കിൽ, കരയിലെ കുറ്റിയമ്പിൽ കെട്ടിയ കയറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത്ത് പുഴയിൽ വീണാലും നമുക്ക് പരിഭ്രമമുണ്ടോ? എന്താ കാരണം? നമ്മൾ പിടിച്ച് കയറിപ്പോവും. ശരിയല്ലേ? ഇത് മുറ്റത്തെ തെങ്ങിൻ്റെ മുകളിൽ പിടിച്ച് തിരിയണ കുട്ടി ധൈര്യത്തോടെ തിരിയണം. എന്താ കാരണം? വീഴില്ല. എന്താ കാരണം? തെങ്ങുമ്പോൾ കുറ്റി മരത്തിൻ്റെ പിടിച്ചിട്ടുണ്ടേ, ഒന്നുമില്ല പിടിക്കാണ്ട് തിരിയണോനോ? പടക്കാ പറഞ്ഞ് വീഴും. കയ്യോ കാലോ കുത്തി, പല്ലോ മൂക്കോ കുത്തി വേദനയാവും. ശരിയല്ലേ? ഇത് അപ്പോൾ ആ പിടിക്കേണ്ട ദിക്കിൽ മുറുകെ പിടിക്കുക, ധീരതയോടെ ധർമ്മത്തിൻ്റെ വഴി കൂടെ മുമ്പിലേക്ക് പോവുക. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തിൻ്റെ വൈഷമ്യം, ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, ആശങ്കയുടെ, ആ അങ്കലാപ്പിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നതാണ് എന്തിൻ്റെ സൂചന? ഈ പദ്യത്തിൻ്റെ. അതുകൊണ്ട് ഈ പദ്യം നല്ലോണം അനുസരിച്ച് പഠിച്ചു വെച്ചോളൂ. നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ, ഒരു 2 നിമിഷം കൊണ്ട് പെട്ടെന്ന്. കേൾക്കണില്ല? എന്നാൽ മഹ എന്നുള്ള ഹ എന്നുള്ള വിസർഗമാണത്. ആ വിസർഗം നമ്മൾ പറഞ്ഞില്ലേ, വിസർഗത്തിൻ്റെ കാര്യം. ആ വിസർഗമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ആശയപരമായിട്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പെട്ടെന്ന് പറയാം, അവസാനിപ്പിക്കാം. ചോദിച്ചോളൂ. പാടുള്ളൂ എന്നോ? ജീവിച്ചിരിക്കണ ആളെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ജീവിച്ചിരിക്കണ ആളാണ് ഗുരുവായിട്ടിരിക്കാൻ നല്ലത്. എന്താ കാരണം? അതീന്ദ്രിയമായ ഭാവത്തിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിട്ട്, ഒരു ആരംഭക്കാരനെ സംബന്ധിച്ചിട്ട്, ജീവിച്ചിരിക്കാത്തൊരു സന്ദർഭത്തിൽ ഒരാളെ ആശ്രയിക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് പറ്റി. ഒരു ഗുരുനാഥനെ ആശ്രയിച്ച് അദ്ദേഹം ദേഹം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി, കുഴപ്പമില്ല. എന്താ കാരണം? ആ വെളിച്ചം നമ്മുടെ കയ്യിൽ ഉണ്ട്. ഒന്നുമില്ലാതെ നമുക്കൊരു രൂപമില്ലാത്ത രീതിയിൽ ചെന്ന് ആശ്രയിക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗുരുനാഥന്മാരെ നല്ലോണം ഗുരുനാഥന്മാരുടെ ലക്ഷണം പറയുമ്പോഴൊക്കെ പറയും, വേദാദി ശാസ്ത്രങ്ങളിലൊക്കെ നല്ല നിഷ്ണാതനായിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ട് ആ മട്ടിൽ ലോകത്തിനും കൂടി നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞുള്ള വഴി കൂടി ജീവിച്ച് പോണ കൂട്ടരാണ്. അവർക്ക് പ്രത്യേകിച്ച് കാമനയില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും ആരുടെയും കയ്യിൽ നിന്ന് കിട്ടണമെന്ന് മോഹവും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കൂട്ടരും ലോകസംഗ്രഹം എന്ന് അതിന് പറയുക, ലോകോപകാരികൾ. അത്തരം മഹാത്മാക്കളെ ആശ്രയിക്കുകയാണ് കുറേ നല്ലത്. എന്നാൽ എന്തുണ്ടാവും? നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ചെന്ന്, ഇപ്പം അർജുനന് ഭഗവാന്റെ അടുത്ത് ചെന്ന് ആശ്രയിക്കാൻ പറ്റിയത് ഭഗവാൻ തൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് നേർക്ക് നേരെ എന്ത് കിട്ടി? ആ വെളിച്ചം കിട്ടിയല്ലോ. അതാണ് വലിയ സൗഭാഗ്യമാണത്.
ഇപ്പം അത് കഴിഞ്ഞിട്ട് ഗുരുനാഥൻ പോയി നൂട്ടിക്കോളൂ, ദേഹം ഉപേക്ഷിച്ച് പോയി നൂട്ടിക്കോളൂ. ദേഹമല്ലേ പോയുള്ളൂ, അദ്ദേഹത്തിൻ്റെ വെളിച്ചപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മൾ ഏത് നിലയിൽ എത്തിയിട്ടുണ്ടാവും? ഈ പ്രാഥമിക നിലയൊക്കെ കഴിഞ്ഞ് ഉയർന്നില്ലേ? അപ്പോൾ പിന്നെ വിഷമമില്ല. അതാണ്. ചോദിച്ചോളൂ. ആ അല്ലല്ല, അത് ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അതിൽ പെടും. ഇവരൊക്കെ ഗുരുജനങ്ങളെപ്പോലെ കണക്കാക്കേണ്ടവരാണ്. അച്ഛൻ ഗുരുവാണ്, അമ്മ ഗുരുവാണ്. അച്ഛൻ സ്കൂളിലേക്ക് ഒന്നും പോയിട്ടില്ല, പക്ഷെ അച്ഛൻ ഗുരുസ്ഥാനീയനാണ്. അച്ഛനിപ്പോൾ നമുക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല, പക്ഷെ അച്ഛനെ നമ്മൾ എങ്ങനെ കണക്കാക്കണം? അല്ല, അവിടെ ചെന്ന് ഉപദേശം വാങ്ങണം എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അച്ഛൻ ഉപദേശിക്കാൻ നിശ്ചല പ്രാപ്തിയുള്ള ആളാച്ചാൽ അച്ഛൻ ഗുരു തന്നെയാണ്, ഗുരുവാണ്, അച്ഛൻ ഗുരു തന്നെയാണ്. ഇനി ഗുരുസ്ഥാനീയനാണ്, ഗുരുവാണ്. അങ്ങനെ ആവാം. അമ്മയ്ക്കും മുത്തശ്ശനും അമ്മാവനും വല്യച്ഛനും അപ്പന്മാർക്കും എല്ലാവർക്കും ആ സ്ഥാനത്ത് നമ്മൾ കണക്കാക്കി ബഹുമാനിക്കണം അവരെ എന്നാണ്. ഈ സ്ഥാനത്ത് കണക്കാക്കി ബഹുമാനിക്കണം എന്ന്. പക്ഷേ ഗുരു അത് ഗുരുവാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ഇവരൊക്കെ ആ സ്ഥാനത്ത് കണക്കാക്കണം. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ അമ്മയെ പോലെ തന്നെ വേറൊരു അമ്മയെ കണ്ടാൽ തൊഴിലില്ലേ, നമ്മൾ അമ്മയെന്നും വിളിക്കും. കാണുന്നവർ വിചാരിക്കും നമ്മുടെ അമ്മയാണെന്നും വിചാരിക്കും. പക്ഷേ അതെന്താണെന്നറിയോ? നമ്മുടെ അമ്മയെ നമ്മളങ്ങനെ ബഹുമാനിച്ചതിൻ്റെ ആ സംസ്കാരത്തിൽ മറ്റേ അമ്മയെ നമ്മളങ്ങനെ കണ്ട് ശീലിക്കുക. അതുപോലെ ഗുരുജനങ്ങളായിട്ട് ഇവരെയൊക്കെ കാണാൻ അവരുടെയൊക്കെ വാക്യങ്ങൾ കുട്ടി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതിനെയൊക്കെ ശ്രദ്ധയിൽ വെക്കണം എന്നാണ് അർത്ഥം. എന്നിരിച്ചാൽ അവരൊക്കെ പരമോപദേശം തന്നവരാണെന്നല്ല അർത്ഥം. മനസ്സിലായില്ല? അതൊരു സാംസ്കാരികമായ നിലയിൽ പറയേണ്ടതാണ്. ഗുരു അതല്ല, അത് നമ്മുടെ ഒരു ഗുരുവേ ഉണ്ടാവുള്ളൂ ഉള്ളിൽ. അതാരായിരിക്കും? അത് ഗുരുവായിരിക്കും എന്നാണ് അർത്ഥം. ഇതാണ് കഥ. മനസ്സിലായില്ലേ? എന്ത് പിതൃക്കളെന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെന്നൊന്നും അർത്ഥമില്ല. അച്ഛൻ്റെ സ്വത്ത് പിതൃസ്വത്താണ്. അച്ഛൻ ഭൂമുഖത്തുണ്ടാവും ഇരിക്കണം. മരിച്ചു പോയ അച്ഛൻ്റെ സ്വത്ത് എന്നർത്ഥം. പിതൃ എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ അച്ഛൻ മുത്തശ്ശന്മാർ പരമ്പര, മാതൃ വെച്ചാൽ അമ്മ മുത്തശ്ശിമാരുടെ പരമ്പര എന്നേ അർത്ഥമുള്ളൂ. മരിച്ചു പോയെന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. മരിച്ചു പോയ പിതൃക്കൾ പറഞ്ഞ പിതൃദേവതാ സമ്പ്രദായത്തിൽ അവരവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അറിയൊന്നുമില്ല. സംശയം തീർന്നില്ലേ? തീർന്നുല്ലോ അല്ലേ? നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഈ ഓരോ പദ്യങ്ങളും ചൊല്ലി പഠിച്ച ഇത് നമ്മൾ ഒരു പ്രഭാഷണം അല്ല കേട്ടോ, അത് ആധികാരികമായിട്ട് അതിൻ്റെ എല്ലാ സമ്പ്രദായത്തിലും പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ മുടങ്ങാണ്ടേ നോക്കുക എന്ന് മാത്രമല്ല, ഓരോ ശ്ലോകം 2-3 ശ്ലോകമുള്ള അതൊരു മാസം, അടുത്ത മാസം ആകുമ്പോഴേക്ക് 30 ദിവസം ആകുമ്പോഴേക്ക് ഹൃദയസ്ഥാക്കാനേ ഉള്ളൂ. അങ്ങനെ എന്ത് രൂപമാവും? ജീവിതത്തിനൊരു രൂപം വെളിച്ചവും കിട്ടും. നമ്മളിപ്പോൾ വിചാരിച്ച പലതും ആണ് പ്രധാനം എന്നുള്ള നിലയിൽ നിന്ന് എന്താണ് പ്രധാനം എന്ന് ബോധ്യവും ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്, ഒരു വഴക്കമുണ്ട്, ഒരു മെയ് വഴക്കം എന്ന് പറയില്ലേ നമ്മളൊക്കെ. ഈ ഉരുളിനെ കപ്പിക്ക് എണ്ണ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം കോരുമ്പം ഉരുള പറയില്ലേ, ഉരുള കപ്പി എന്ന് പറയില്ലേ, അതിൽ നല്ലോണം എണ്ണ വീഴ്ത്തിയിട്ട് അങ്ങനെ വെള്ളം കോരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നല്ല അല്ലേ, വളരെ ഭംഗിയായിട്ട് വെള്ളം കണ്ടു വരും. അതിനെ എണ്ണയൊന്നും വീഴ്ത്താണ്ട് ഇങ്ങനെ വെള്ളം കോരി വെച്ചാലോ നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഇത് കരിപിരി പറയില്ലേ, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗുരുത്വത്തിൻ്റെ ഒരു മെഴുക്ക് എണ്ണ ഉണ്ടെങ്കിൽ സുഗമമായ വഴി കൂടി മുമ്പിലേക്ക്, ഇല്ലെങ്കിൽ കശപിശ കരവര. ഇതാണ് വെളിച്ചം. സംശയം തീർന്നുല്ലോ അല്ലേ? സംശയം ഉണ്ടാ? ശ്രീധരസ്വാമികളോ ഇല്ല, ശ്രീധരസ്വാമികൾ സാംഖ്യകാരികൊന്നും എഴുതിയിട്ടില്ല. സാംഖ്യകാരികയുടെ കർത്താവ് ഈശ്വരകൃഷ്ണൻ എന്നാണ്. ശ്രീധരസ്വാമികളുടെ അല്ല, സാംഖ്യകാരിക ഈശ്വരകൃഷ്ണൻ്റെയാണ്. ശ്രീധരസ്വാമികളുടേത് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളാണ് ശ്രീധര സ്വാമികൾ ചെയ്തത്. അദ്ദേഹം വളരെ പ്രാചീനനായ ഒരു 500-300 കൊല്ലം മുമ്പ് പഴക്കമുള്ളൊരു വലിയ ആചാര്യനാണ് ഈ ശ്രീധരാചാര്യർ എന്ന് പറയും. ശ്രീധരാചാര്യ സ്വാമികൾ സാംഖ്യകാരിക ഈശ്വരകൃഷ്ണൻ്റെയാണ്. ഇല്ല, അദ്ദേഹം എഴുതിയിട്ടില്ല, കാരികൊന്നും എഴുതിയിട്ടില്ല. അതാ സാംഖ്യം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞപ്പം ശ്രീധരസ്വാമികളുടെ ഒരു വരി പറഞ്ഞിരുന്നു. ആ വരി ഇതും കൂടി തെറ്റിദ്ധരിച്ചതാവും. അത് ശ്രീധരസ്വാമികളുടെ ഒരു പങ്ക്തി അദ്ദേഹം പറഞ്ഞൊരു വരി ആ കൂട്ടത്തിൽ പറയണ്ടായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് കാരണം ഈ സാംഖ്യം എന്നുള്ളത് സാംഖ്യകാരികയുടെ കാര്യം ആദ്യം പറഞ്ഞതാണ്. ആ സാംഖ്യശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ അതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്. അത് സൂക്ഷിച്ച് ധരിച്ച് വെച്ചാൽ മതി.
വേറെ സംശയമൊന്നുമില്ലല്ലോ. യശ്രയ എന്ന് പറയാൻ പറ്റില്ല, യച്ഛ്രയ എന്ന് തന്നെ പറയണം. വായിക്കുമ്പോൾ അങ്ങനെ തന്നെ യത് ശ്രേയ യച്ഛ്രേയ എന്ന് പറയണം. അതൊക്കെ ഒന്ന് ശീലിച്ചാൽ മതി. പറഞ്ഞ് യച്ഛ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ. ഈ താളും സംഗീതമൊന്നും നിശ്ചയില്ലെങ്കിലും അക്ഷരശുദ്ധിയും പദബോധവും ആ ഒരു വൃത്തത്തിൻ്റെ ബോധം ഉണ്ടായാൽ മതി. അക്ഷരശ്ലോകമൊക്കെ ചെല്ലണവരുണ്ടില്ലേ, അവർ പാട്ടൊന്നും പാടുമ്പോൾ എല്ലാം പാടുക, അവർക്കൊരു താളുണ്ട്, ആ വൃത്തത്തിൻ്റെ ഒരു താളുണ്ട്. ആ താളത്തിൽ നമ്മൾ ചൊല്ലി പഠിച്ചാൽ മതി, പിന്നെ കയ്യിൽ നിന്ന് പോവില്ലേ അത്. യച്ഛ്രേയ സ്യ. ഇപ്പോൾ ഛ എന്നാണത്. ചായും ഛായും ചേരുമ്പം വിദ്യുച്ഛക്തി എന്ന് പറയില്ലേ, അതാണത്. ഛത്രം കൊട്ട ഛ എന്നാണത്. അപ്പം അതുപോലെ രണ്ട് ചായയും കൂടി ചേരുമ്പം ഇപ്പോൾ വിദ്യുച്ഛക്തി. ഇപ്പോൾ അവിടെ യച്ഛ്രേയ യത് ശ്രേയ. തകാരും ശകാരം കൂടി ചേരുമ്പം വ്യാകരണത്തിൽ സൂത്രമൊക്കെ ഉണ്ട്, സ്തോഹശ്ചു നശ്ചു എന്നൊക്കെ. അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട ചേട്ടാ. ആ നിയമം കൊണ്ടാണ് എന്തുണ്ടാവണത്, സകാര ഈ തവർഗങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവണേ അതെന്തായിട്ട് ചവർഗമായിട്ട് തീരും. അപ്പോൾ യത് ശ്രേയ യച്ഛ്രേയ, തകാരം കൂടി ചവർഗത്തേക്ക് മാറും. യച്ഛ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ. തീർന്നില്ലേ? സംശയം തീർന്നില്ലേ? അതെ, ഇനി ബാക്കി അടുത്ത മാസമാവാന്ന്. നമുക്കെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.